ഹായ്, എല്ലാവർക്കും ജെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1 കിലോ മട്ടൻ ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായൊരു കറി തയ്യാറാക്കുകയാണ്. കുക്കറിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അരപ്പെല്ലാം പുരണ്ടിരിക്കുന്ന നല്ലൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മട്ടൻ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നത്. ആ എണ്ണയിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. 20 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഈ ഒരു വലിപ്പത്തിലുള്ള 3 വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് മട്ടൻ കറിക്ക് നല്ലതാണ്. മട്ടൻ കറി എന്നല്ല, ഇറച്ചിക്കറിക്ക് പൊതുവിൽ അല്പം രുചി കൂട്ടാൻ നല്ലതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചാണ് ചതച്ചത്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കറി രുചിക്കാൻ നല്ലതാണ്. അതുപോലെ സവാളയുടെ അളവ് കുറയ്ക്കുന്നതും ആട്ടിറച്ചിക്ക് നല്ലതാണ്. സവാള കൂടിപ്പോയാൽ ഒരല്പം മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതോടൊപ്പം പച്ചമുളക് 2ആയിട്ട് കീറിയത് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി നിറം മാറുന്നതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം തീയിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മളുടെ കൂട്ടിവിടെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിൻ്റെ നിറമെല്ലാം മാറി ഇതൊന്ന് കുറച്ചൊന്ന് അളവ് കുറഞ്ഞ കണക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. മാത്രമല്ല മല്ലിയുടെ ഒരു കുത്തുണ്ടാവുകയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് നമ്മളിവിടെ വഴറ്റിയെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1.25 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനെ നമുക്ക് അരപ്പിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി ലൂസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലായിടവും എത്തത്തക്ക രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ്. നമ്മളുടെ അരപ്പെല്ലാം ഇവിടെ നന്നായി ഇറച്ചിയിൽ പിടിച്ചു കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് ഇവിടെ അത് ഓർമ്മിച്ചിട്ട് വേണം ഇടേണ്ടത്. 3/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടവും എത്തത്തക്ക രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
എല്ലായിടും നല്ലപോലെ മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അടച്ചു മൂടി വേവിച്ചെടുക്കാം. ഇറച്ചിക്ക് പലതിനും പല വേവാണുള്ളത്. മീഡിയം സൈസ് മട്ടനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ടൊരു 5-6 വിസിൽ വരെ കേൾപ്പിക്കാം. ആവി വന്നു കഴിഞ്ഞു. നമുക്കിതിനകത്ത് വെയിറ്റ് ഇടാം. ഞാനിവിടെ ഒരു 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. നല്ല ആവി പറക്കുന്നതോടൊപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളുടെ മട്ടനെല്ലാം ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞു. അരപ്പൊക്കെ മട്ടനിൽ നന്നായിട്ട് പിടിച്ച് കുറുകിയ ചാറോടുകൂടി നമുക്ക് ഈ കറി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കനലിൽ വെച്ച് വറ്റിച്ചെടുത്തതിൻ്റെ അതേ രുചി തന്നെയാണ് ഈ ഒരു റെസിപ്പിക്കും ഉള്ളത്. നിങ്ങൾ ഈ രീതിയിലൊന്നൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുമല്ലോ. ഇനിയും ഇതുപോലുള്ള കിടിലൻ റെസിപ്പികളുമായി കാണുന്നതുവരെയും ബൈ.